നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6:35 മുതൽ 44 വരെ ഒന്ന് വായിക്കാമോ? പിന്നെ നേരം നന്നേ വൈകിട്ട് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ. നേരവും നന്നേ വൈകി ഭക്ഷിപ്പാൻ ഇല്ലാകിയാൽ അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും വാങ്ങേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5, 2 മീനുമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, നാം വായിച്ചു കേട്ട ദൈവവചനത്തിൻ്റെ ഭാഗം നമുക്കൊക്കെ വളരെ സുപരിചിതമായതാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഇതിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, സ്തോത്രം, അതിനെക്കുറിച്ച് അറിയാത്ത ക്രിസ്ത്യാനികളായിട്ടുള്ള ആരും ഉണ്ടാവില്ല. അത്രത്തോളം ഏറ്റവും പ്രാധാന്യപ്പെട്ട, സ്തോത്രം, ലോകത്ത് ഒരുപക്ഷെ ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് പോലും സുപരിചിതമായ ഒരു ഭാഗമാണ്. സ്തോത്രം. 5 അപ്പത്തെ വാഴ്ത്തി നുറുക്കി ആയിരക്കണക്കിന് പേർക്ക് കൊടുത്തത്. സ്തോത്രം. അതുപോലെ മറ്റൊന്നാണ്, സ്തോത്രം, ജാതികളായിട്ടുള്ളവർക്ക് പോലും സുപരിചിതമായ ഒരു അത്ഭുത പ്രവൃത്തിയാണ് കാനാവിലെ കല്യാണത്തിന്. അത് തമാശ രൂപേണയും പല രീതിയിലും, സ്തോത്രം, ഒക്കെ, സ്തോത്രം, ജാതികൾക്ക് പോലും സുപരിചിതമായിട്ടുള്ള ഒരു അത്ഭുത പ്രവൃത്തിയാണ്. സ്തോത്രം. അതുപോലെ തന്നെ, സ്തോത്രം, നാം വായിച്ചു കേട്ടത്. സ്തോത്രം. എന്നാൽ ഇതിനകത്ത്, സ്തോത്രം, നമ്മൾ പലപ്പോഴും ചിന്തിച്ച് പോകുന്നത് ദൈവം ചെയ്ത ആ വലിയ അത്ഭുത പ്രവൃത്തിയെ. എന്നാൽ, സ്തോത്രം, ഈ വചനം വളരെ വിശദമായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, സ്തോത്രം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ഓരോ പ്രവർത്തികളിലും, അത് അത്ഭുത പ്രവർത്തികളായിക്കൊള്ളട്ടെ, താൻ പറയുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, അതിനൊക്കെ അപ്പോഴത്തെ ആ സാഹചര്യം കൊണ്ട് തീരുന്നതായിരിക്കില്ല. അതിനുശേഷം, സ്തോത്രം, മുന്നോട്ടുള്ള കാര്യങ്ങളെയും കൂടെ, സ്തോത്രം, കാണിച്ചു തരുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയും. തൻ്റെ മരണശേഷമുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ഓരോ കാര്യങ്ങളും, സ്തോത്രം, തൻ്റെ ഓരോ പ്രവൃത്തികളിലൂടെയും, സ്തോത്രം, നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ, സ്തോത്രം, ഈ ഭാഗവും, സ്തോത്രം, നമുക്ക് ആ നിലയിൽ ചിന്തിച്ചാൽ, സ്തോത്രം, 1-2 ചെറിയ ചിന്തകൾ, സ്തോത്രം, നമുക്ക് ഇതിലൂടെ ചിന്തിക്കാം. അതിൻ്റെ 6:39 മാത്രം ഒന്ന് വായിച്ചേ. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തി പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. ആമേൻ, സ്തോത്രം. എന്തിനായിട്ടാ, സ്തോത്രം, അവരെ പച്ചപ്പുല്ലിൽ ഇരുത്തുവാൻ പറഞ്ഞത്? അപ്പം വിളമ്പുവാനായിട്ട്. പ്രിയരെ, അങ്ങനെയെങ്കിൽ, സ്തോത്രം, ഇന്ന് നമ്മെ, സ്തോത്രം, ആ പച്ചപ്പുല്ലാകുന്ന പുതിയ നിയമസഭയിൽ അവൻ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭയിൽ നിന്നാണ്, ഈ കൂട്ടായ്മകളിൽ നിന്നാണ് ഇന്ന് നമുക്ക് വേണ്ടുന്ന ആത്മീയ നിലനിൽപ്പിൻ്റെ അപ്പമാകുന്ന, വചനമാകുന്ന അപ്പം വിളമ്പി കിട്ടുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ, സ്തോത്രം, ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ നിലനിൽപ്പ് ദൈവസഭയിലൂടെയാണ്. ആ ദൈവസഭയിലൂടെയാണ്, സ്തോത്രം, നമുക്ക് വേണ്ടുന്ന ആത്മീയ ആഹാരം ലഭിക്കുന്നത്. സ്തോത്രം. എൻ്റെ എക്കോ ഇച്ചിരി കുറയ്ക്കാം. ഹല്ലേലൂയ. അപ്പം, സ്തോത്രം, അതുകൊണ്ടാണ്, സ്തോത്രം, പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രാധാന്യമാണ്. ഇവിടെ പച്ചപ്പുല്ലിൽ ഇരിക്കാൻ പറഞ്ഞെങ്കിൽ, സ്തോത്രം, കർത്താവ്, സ്തോത്രം, പുതിയ നിയമസഭയെക്കുറിച്ച് അതൊക്കെ പറയുന്നത്. ഇന്നും, സ്തോത്രം, സ്തോത്രം, ഞാനിത് പറയുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ, നമ്മുടെ, സ്തോത്രം, സഭയിലാണ്, സ്തോത്രം, ഈ വചനമാകുന്ന അപ്പം വിളമ്പി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മറ്റൊന്ന്, സ്തോത്രം, അതിൻ്റെ 40 വായിച്ചേ. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. അവൻ മതി. സ്തോത്രം. അവിടെ ആയിരക്കണക്കിന് പേരുണ്ട്. അവരോട് എങ്ങനെയാ ഇരുത്തിയത്? സ്തോത്രം, 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. സ്തോത്രം. പ്രിയരെ, ഇതിനെ അല്പം കൂടെ, സ്തോത്രം, ഇത്
പുതിയ നിയമസഭ എങ്ങനെയായിരിക്കണമെന്ന് സ്തോത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഴയ നിയമം പരിശോധിച്ചാൽ പോലും നമുക്കിപ്പം വായിച്ച ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പുറപ്പാട് പുസ്തകം 18:19 ഒന്ന് വായിക്കാം. ആകയാൽ എൻ്റെ വാക്കു കേൾക്ക, ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടി ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിലിരിക്കുക. നീ മതി. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നു സ്തോത്രം പുറപ്പാട് പുസ്തകത്തിൽ, നീ ചെയ്യുന്ന കാര്യം അല്ല. സ്തോത്രം. ആകയാൽ എൻ്റെ വാക്ക് കേൾക്ക, ഞാനൊരു ആലോചന പറഞ്ഞു തരാം. സ്തോത്രം. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോശ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കർത്താവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതായ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്കുള്ള യാത്രാമധ്യേ മോശയുടെ അമ്മായിപ്പനായിരിക്കുന്ന യിത്രോ സ്തോത്രം അവരുടെ യാത്രാമധ്യേ വരികയും അവിടെ സ്തോത്രം അവരുടെ യാത്രയെക്കുറിച്ച് മനസ്സിലാക്കി സ്തോത്രം അവർക്ക് സ്തോത്രം മുന്നോട്ടുള്ള സ്തോത്രം ഒരു ക്രമീകരണത്തെ സ്തോത്രം ആലോചന പറഞ്ഞു കൊടുക്കുന്നതാണ് സ്തോത്രം നാം വായിച്ചു കേട്ടത്. എന്താ സ്തോത്രം തൻ്റെ ആലോചന? അതിൻ്റെ താഴോട്ട് വായിക്കാം. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിലിരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ സ്തോത്രം ഇതൊരു പ്രവചനമായി നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പുതിയ നിയമസഭ എങ്ങനെ ആയിരിക്കണമെന്ന് സ്തോത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിലൂടെ മോശയുടെ അമ്മായിയപ്പൻ സ്തോത്രം പറയുവാനിടയായി തീർന്നു. അവിടെ പറയുന്നു സ്തോത്രം എന്താ പറയുന്നത്? സ്തോത്രം ദൈവസന്നിധിയിൽ ഇരിക്കുക, ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക, നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക, അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴി ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ഇത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 28 അവസാന ഭാഗം 19 തൊട്ട് വായിച്ചാൽ സ്തോത്രം അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഞാൻ കൽപ്പിച്ച പ്രമാണങ്ങളൊക്കെയും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് സ്തോത്രം അവിടെ അവരെ സ്തോത്രം എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേ? സ്തോത്രം നന്മയുള്ളവരും സ്തോത്രം ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായിട്ടുള്ള സ്തോത്രം ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സ്തോത്രം നയിക്കുവാൻ വേണ്ടി സ്തോത്രം എന്ത് ചെയ്യണം? ദുരാദായം വെറുക്കുന്നവരും സത്യവാന്മാരുമായിട്ടുള്ള സ്തോത്രം നേതൃത്വത്തെ തിരഞ്ഞെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു സ്തോത്രം 100ഉം 50ഉം സ്തോത്രം 1000ഉം ആയിട്ട് തിരിച്ചുകൊണ്ട് സ്തോത്രം അവർക്കൊരു നേതൃത്വത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഒരാളെ തിരഞ്ഞെടുത്ത് സ്തോത്രം ദൈവവചനങ്ങളെ സ്തോത്രം പറഞ്ഞ് കൽപ്പനകളെ പ്രമാണിപ്പിച്ചുകൊണ്ട് സ്തോത്രം എങ്ങോട്ടെത്തണം? കനാൻ ദേശത്തിലേക്ക് എത്തണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ചെറുതും വലുതുമായ 50ഉം 10ഉം 100ഉം 1000ഉം 10,000ങ്ങളും കൂടുന്ന ഓരോ കൂട്ടത്തെ ദൈവം സ്തോത്രമാക്കി വെച്ചിട്ട് അതിനൊരു നേതൃത്വത്തിൽ സ്തോത്രം ഒരു ദൈവദാസനെ നിർത്തിയിട്ട് സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം അവരോട് പറയുന്നു, ദൈവത്തിൻ്റെ വചനം അവരോട് പറയുന്നു. സ്തോത്രം പണ്ട് സ്തോത്രം കനാൻ ദേശത്തിലേക്കാണ് യാത്ര ചെയ്തതെങ്കിൽ പുതിയ നിയമവിശ്വാസികൾ കർത്താവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ചെറുതും വലുതുമായ ഓരോ കൂട്ടങ്ങളെ ഈ ലോകത്താക്കി വച്ചിരിക്കുന്നു.
അങ്ങനെയെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. അതിലൊരു കൂട്ടത്തിലാണ് നമ്മൾ ഇന്നിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ എണ്ണം പലതായിരിക്കാം. സ്തോത്രം. പല കൂട്ടത്തിൻ്റെയും എണ്ണം പലതായിരിക്കാം. സ്തോത്രം. എന്നാൽ അതെല്ലാം സ്തോത്രം എങ്ങോട്ട് നയിക്കുവാനാണ് അങ്ങനെയുള്ള കൂട്ടങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്? അതിന് നേതൃത്വം കൊടുക്കുന്നവരോട് സ്തോത്രം അവരെന്താ ചെയ്യേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. നിത്യതയാകുന്ന കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ഓരോ വ്യക്തികളെയും സ്തോത്രം ഒരുക്കിയെടുക്കുവാൻ ഇവിടെ ചെറുതും വലുതുമായ ഓരോ കൂട്ടങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തത് തന്നെ എങ്ങനെയുള്ളവരെയാ? സ്തോത്രം. ദുരാദായം വെറുക്കുന്നവര്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തയിലേക്ക് പോകുന്നില്ല പ്രിയരെ. സ്തോത്രം. ദൈവം ഇവിടുത്തെ സ്തോത്രം നമ്മുടെ രാജ്യത്തെ ലോകത്തെ മുഴുവൻ ശ്രദ്ധിച്ചാൽ ചെറുതും വലുതുമായ ഓരോ കൂട്ടങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. അതിന് നേതൃത്വത്തിൽ സ്തോത്രം ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുന്നതും ദൈവം തന്നെയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ സ്തോത്രം ഒരുപക്ഷെ നമ്മുടെ ദൈവദാസനെ അതിൻ്റെ നേതൃത്വത്തിലാക്കി വെച്ചിരിക്കുന്നെങ്കിൽ സ്തോത്രം അതിൻ്റെ പിന്നിൽ മാനുഷികമല്ല, അത് ദൈവം തന്നെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയാണ് ദൈവം സ്തോത്രം അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നതെങ്കിലും ഇന്ന് നമ്മൾ ലോകത്തിലെ ഓരോ സഭകളെയും ഓരോ കൂട്ടങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ സ്തോത്രം അവരെ തിരഞ്ഞെടുക്കുമ്പോഴുണ്ടായിരുന്ന അതേ മനോഭാവത്തിലാണോ ഇന്നും അവർ മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ സ്തോത്രം എല്ലാ നിലയിലും സ്തോത്രം ദൈവസഭയെ നയിക്കുവാൻ ക്വാളിറ്റി ഉള്ളവരായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ്. എന്നാൽ ഇന്ന് സ്തോത്രം പലപ്പോഴും സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൽ നിന്നും എവിടെയൊക്കെയോ തെറ്റിപ്പോയ ഹല്ലേലൂയ സ്തോത്രം നേതൃത്വങ്ങളെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അത് ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിൽ. അങ്ങനെയെങ്കിൽ സ്തോത്രം പ്രിയരെ, സ്തോത്രം പഴയ നിയമത്തിൽ തന്നെ പുതിയ നിയമസഭകൾ എങ്ങനെയായിരിക്കണമെന്ന് സ്തോത്രം മോശയുടെ അമ്മായിപ്പനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. സ്തോത്രം. നമുക്ക് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. അങ്ങനെ അവൻ ഇരുത്തുവാൻ കൽപ്പിച്ചു. അവർ 100ഉം 50ഉം വീതം നിരനിരയായി ഇരുന്നു. പ്രിയരെ, ഇതിൻ്റെ അകത്ത് സ്തോത്രം ദൈവത്തിൻ്റെ ഒരു ആത്മാവ് തരുന്ന ദൂത്. ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർ സ്തോത്രം ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ അവരവിടെ ഇരുന്നു. യഥാർത്ഥത്തിൽ അവരവിടെ ഇരുന്ന് എന്തിനാ? സ്തോത്രം അവർക്ക് അപ്പം കിട്ടും. അവരുടെ കൺമുമ്പിൽ അവിടെ എവിടെയെങ്കിലും അപ്പവോ അവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടോ? യഥാർത്ഥത്തിലുണ്ടോ? ഇല്ല. സ്തോത്രം. എന്നിട്ട് അവർ ഇരിക്കുക. പ്രിയരെ, അവിടെ ഇരിക്കണമെങ്കിൽ എന്താണ് സ്തോത്രം അവർക്ക് ഇരിക്കുവാൻ സ്തോത്രം ഇടയായി തീർന്നത്? അവരുടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്. സ്തോത്രം. ഞങ്ങൾ നോക്കുമ്പോഴൊന്നും കാണുന്നില്ലെങ്കിലും ഇരിക്കാൻ പറഞ്ഞ കർത്താവായതുകൊണ്ട് സ്തോത്രം തൻ്റെ പൂർവീകരെ ഹല്ലേലൂയ വർഷങ്ങളോളം സ്തോത്രം അവർക്ക് വേണ്ടുന്ന ആഹാരം അവരുടെ കൺമുമ്പിൽ എത്തിച്ചു കൊടുത്ത ഒരു ദൈവമാണ് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് അവർ വിശ്വാസത്തോടെ ഇരുന്നത്. സ്തോത്രം അല്ലേ? അല്ലെങ്കിൽ സ്തോത്രം 10,000 പേർക്ക് സ്തോത്രം നമ്മൾ കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ കീർത്താമസ വീടുകളിലോ പോകുമ്പം സ്തോത്രം 10,000 പേരെയൊക്കെ വിളിച്ചല്ലേ 500 പേരെ വിളിച്ചു പോട്ടെ 100-300 പേരെ വിളിച്ചാൽ പോലും അവിടെയൊക്കെ സ്തോത്രം നമുക്ക് ചെല്ലുമ്പോൾ തന്നെ സ്തോത്രം കാണുവാൻ കഴിയും. ആ 300 പേരുണ്ടെങ്കിൽ 300 പേർക്കുള്ള ഭക്ഷണം സാധനങ്ങളൊക്കെ കാണുവാൻ കഴിയും അല്ലേ? ഇവിടെ ആയിരക്കണക്കിന് വരുന്ന സ്തോത്രം ജനത്തിന് സ്തോത്രം കഴിക്കുവാനുള്ള ഭക്ഷണം അവിടെ ഇല്ല. പക്ഷെ അവരോട് ഇരിക്കാൻ പറഞ്ഞ ഉടനെ അവരെന്ത് ചെയ്തു? അവർ വിശ്വാസത്തോടെ ഇരുന്നു. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു. സ്തോത്രം. നിന്റെ മുമ്പിൽ ഭൗതികമായ ഏത് മേഖലയായിക്കൊള്ളട്ടെ അത് ശൂന്യമായിരിക്കുന്നെങ്കിലും ഹല്ലേലൂയ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഒന്ന് ഇരിക്കുവാൻ തയ്യാറായാൽ അവൻ നിന്റെ ആവശ്യത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഇരുന്ന് കഴിഞ്ഞിട്ടല്ലേ സ്തോത്രം അപ്പം വാഴ്ത്തി നുറുക്കി പെരുപ്പിച്ചത്? ഇരിക്കുന്നതിന് മുമ്പാണോ? അല്ല. റെഡിയാക്കി വെച്ചിട്ടല്ല സ്തോത്രം കർത്താവ് സ്തോത്രം അവരോട് ഇരിക്കാൻ പറഞ്ഞത് റെഡിയാക്കുന്നതിന് മുമ്പേ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അതേ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോടും പറയുന്നു.
സ്തോത്രം, നാം നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ശൂന്യതയാണ്. സ്തോത്രം. പക്ഷെ ദൈവം പറയുന്നു, സ്തോത്രം, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്ക്. എത്ര പേര് ഇന്ന് ഏറ്റെടുക്കും? സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കേ. നീ വ്യക്തിപരമായി നിന്റെ മുറിക്കുള്ളിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കേ. നീ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഒന്ന് ഇരിക്കേ. സഭയായിട്ട് ദൈവസന്നിധിയിൽ നീ ഒന്ന് ഇരിക്കേ. സ്തോത്രം. നിന്റെ ആവശ്യത്തെ അറിയുന്ന ദൈവം പരിഹാരം തരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ഈ ഭാഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുതത്തെ നാം സ്തോത്രം പ്രസംഗിക്കും, നാം സ്തോത്രം പറയാറുണ്ട്. എന്നാൽ അവിടെ നടന്ന വലിയൊരു അത്ഭുതം, സ്തോത്രം, ഒന്നും കാണുന്നില്ല. എന്നാലും അവരുടെ ആവശ്യത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവർ വിശ്വാസത്തോടെ ഇരിക്കുവാൻ തയ്യാറായി. അതൊരു അത്ഭുതമല്ലേ? സ്തോത്രം. നമുക്ക് അത്ഭുതം ചെയ്യാൻ പറ്റണമെന്നേ. നമുക്ക് സ്തോത്രം, നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. അവൻ അസാധ്യമായ ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. എന്നാൽ അത് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നിടത്ത് മറ്റൊരത്ഭുതം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം ചിലരോട് പറയുക, ഒന്നിരിക്കെ. ഒരുപക്ഷെ ദൈവദാസനും ഇവിടെ പറഞ്ഞത് സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, വരുന്ന ആളുകളിൽ ഉപവാസത്തോടെ ഇരിക്കാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവും ഇന്ന് അത് തന്നെ പറയുന്നു. ചില രീതിയിലൂടെ പറയുന്നു, സ്തോത്രം, ഒന്നിരിക്കെ. ശൂന്യതയുടെ മുമ്പിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അത്ഭുതം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൻ്റെ വചനമാ വിളിച്ചു പറയുന്നത്. സ്തോത്രം, ഒന്ന് ഇരിക്കുവാൻ, ഒന്ന് വിശ്വാസത്തോടെ ഇരിക്കുവാൻ. ആമേൻ. സ്തോത്രം. അവർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം, കർത്താവ് അപ്പം വാഴ്ത്തി നുറുക്കി. അതും സ്തോത്രം കർത്തൃമേശയെ കാണിക്കുക. സ്തോത്രം. ചില നാളുകൾ കഴിയുമ്പോൾ സ്തോത്രം, താൻ മരണപ്പെടും, കുഴിച്ചിടപ്പെടും, ഉയർത്തെഴുന്നേൽക്കും. പുതിയ നിയമസഭ സ്തോത്രം ആവർത്തിക്കേണ്ട ഒരു കാര്യം കാണുക. സ്തോത്രം. ഇത് തന്നെയല്ലേ കർത്തൃമേശയിലും? സ്തോത്രം. കർത്താവ് അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി, ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത അതിൻ്റെ 42 വായിച്ച്. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. പ്രിയരെ, സ്തോത്രം, കർത്താവ് സ്തോത്രം അത്ഭുതം ചെയ്തു. സ്തോത്രം. അപ്പവും മീനും പെരുപ്പിച്ചു. അവർ ഇരുന്നു. അവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇവിടെ ദൈവസഭയെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാ? ദൈവദാസന്മാരെ ആക്കി വെച്ചിരിക്കുന്ന എന്തിനാ? ദൈവത്തിൻ്റെ വചനം വിളമ്പാനാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവസഭയിലൂടെയും ദൈവിക കൂട്ടായ്മയും ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് സ്തോത്രം ദൈവത്തിൻ്റെ വചനം വിളമ്പാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരെയും അവൻ ശിഷ്യരാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വിളമ്പുവാനാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സ്തോത്രം, അത് കഴിച്ചവർക്ക് എന്തുണ്ടായെന്ന് അവിടെ എഴുതിയിരിക്കുന്നു? അവര് തൃപ്തരായി. പ്രിയരെ, സ്തോത്രം, അങ്ങനെയെങ്കിൽ അവർ തൃപ്തരാകണമെങ്കിൽ ആ വിളമ്പിയതിൽ സ്തോത്രം കർത്താവിനാൽ സ്തോത്രം സൃഷ്ടിക്കപ്പെട്ട അപ്പത്തിന് സ്തോത്രം കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ടും സ്തോത്രം തൃപ്തിയാകും. എന്നാൽ സ്തോത്രം അതുമാത്രമല്ല, അത് വിളമ്പുന്നവരിൽ കൂടി സ്തോത്രം തൃപ്തി വരുത്തുവാനായിട്ട് സ്തോത്രം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താ? സ്തോത്രം, എത്ര രുചിയുള്ള ആഹാരമാണെങ്കിലും ആ വിളമ്പുന്നവർ നല്ല മനസ്സോടെ സന്തോഷത്തോടെ അവരുടെ ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ സ്തോത്രം അത് കഴിക്കുന്നവനും തൃപ്തരായിത്തീരും. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഇവിടെ ഓരോ സുവിശേഷകരോടും ഓരോ ശുശ്രൂഷകരോടും ഓരോ വിശ്വാസ ശിഷ്യന്മാരോടും ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു. സ്തോത്രം, നീ സ്തോത്രം ദൈവത്തിന് വേണ്ടി ദൈവവചനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. സൗജന്യമായിട്ടാണ് ഇത് കിട്ടിയതല്ലേ? ഇത് വിളമ്പുമ്പം എന്തെങ്കിലും ലുപ്തി ഈ ശിഷ്യന്മാർക്ക് കാണിക്കേണ്ട കാര്യമുണ്ടോ? കാണിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ?
ദൈവം അത്ഭുതം ചെയ്തത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നിനക്ക് ലഭിച്ചിരിക്കുന്ന സഭയുടെ ഹല്ലേലൂയ സ്തോത്രം കെട്ടുപണിക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, വിവിധമായ ശുശ്രൂഷകൾ ദൈവസഭയുടെ പണിക്ക് വേണ്ടി ദൈവം സ്തോത്രം ഓരോ സഭകളിലും സ്തോത്രം ദൈവം അനേകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃപാവരങ്ങൾ പലതും ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. പ്രസംഗിക്കുവാനുള്ള കൃപാവരങ്ങളുണ്ട്, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള കൃപാവരങ്ങളുണ്ട്, പ്രവചിക്കുവാനുള്ള കൃപാവരങ്ങളുണ്ട്, ദർശനങ്ങൾ കാണുന്ന കൃപാവരങ്ങളുണ്ട്, സുവിശേഷം വ്യക്തിപരമായി പറയുവാനുള്ള കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊന്നും സ്തോത്രം ഹല്ലേലൂയ, അതിലൊന്നും സ്തോത്രം ഹല്ലേലൂയ മാനുഷിക ബുദ്ധി ഉപയോഗിക്കാതെ ദൈവം എന്താണോ തന്നത് അത് അതേപടി വിളമ്പുക എന്നുള്ളതാണ് ഓരോ ദൈവദാസന്മാരുടെയും കർത്തവ്യം. സ്തോത്രം ഹല്ലേലൂയ അല്ലേ? സ്തോത്രം പ്രിയരെ, സ്തോത്രം. ഇതാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ കർത്താവ് സ്തോത്രം തിരഞ്ഞെടുത്തവര് എല്ലാ നിലയിലും കർത്താവിന് ക്വാളിറ്റി ഉള്ളവരായി തോന്നിയിട്ടാ. പക്ഷെ ഇന്ന് സ്തോത്രം ഇത് വിളമ്പുമ്പോൾ എവിടെയെങ്കിലും സ്വാർത്ഥ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ ആള് കൂടുവാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ സ്തോത്രം ഹല്ലേലൂയ ഈ അപ്പത്തിനകത്ത് ചിലതൊക്കെ അവർ തന്നെ രുചി കൂടാനും ചിലത് കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നെങ്കിൽ ദൈവവചനം അത് അനുവദിക്കുന്നില്ല. ദൈവം എന്താണോ തന്നത് അത് അതേപടി സ്തോത്രം ഹല്ലേലൂയ ജനത്തിന് വിളമ്പി കൊടുക്കുക. സ്തോത്രം ഹല്ലേലൂയ അല്ലേ? സ്തോത്രം. അപ്പൊ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല സ്തോത്രം ദൈവം ഏൽപ്പിച്ച ഏതെങ്കിലും ശുശ്രൂഷ നാം ചെയ്യേണ്ടത്. സ്തോത്രം. കാരണം നമ്മുടെ എന്തെങ്കിലും കൊണ്ടാണോ സ്തോത്രം ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ഈ അപ്പം വിളമ്പുന്ന കാര്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. സ്തോത്രം. അവർക്ക് തൃപ്തിയാകുവാനുള്ള കാരണം കർത്താവ് കൊടുത്ത അപ്പം അതിൻ്റെ അകത്ത് ഒരു മായവും അവർ ചേർത്തില്ലെന്നുള്ളതാണ്, ഒരു സ്വാർത്ഥതയും അവർ ഉപയോഗിച്ചില്ലെന്നുള്ളതാണ്. എത്ര പേർക്ക് ഇതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം ഹല്ലേലൂയ. ദൈവം തന്നത് അതേപടി വിളമ്പുക. പ്രിയരെ, സഭയിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ വചനം പ്രസംഗിക്കേണ്ട കാര്യമില്ലെന്ന്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്താണോ പറയുന്നത്, സ്തോത്രം എന്താ പറയുന്നത്? സ്തോത്രം, വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തരുത്. അപ്പോൾ തന്നെ സ്തോത്രം ഈ ഭക്ഷിക്കാൻ വരുന്നവർക്ക് സ്തോത്രം ഒരു പ്രത്യേകത ഉണ്ടാവണം. എന്താ വേണ്ടത്? തൃപ്തി ആകണമെങ്കിൽ സ്തോത്രം എന്താ? സ്തോത്രം, ഞാൻ ഇഷ്ടപ്പെടുന്ന ആഹാരമായിരിക്കണം ഞാൻ പോകുന്നിടത്ത് കിട്ടുന്ന എന്നുള്ളൊരാഗ്രഹം പാടില്ല, അല്ലേ? ഇവിടെ വിളമ്പുന്നവർ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, സ്തോത്രം അത് ഭക്ഷിക്കുന്നവരും ശ്രദ്ധിക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവവചനപ്രകാരം നോക്കുമ്പോൾ സ്തോത്രം, കർത്താവേ ഇന്ന് ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നു, സ്തോത്രം നീ എന്നോട് സംസാരിക്കണം, എൻ്റെ ആ വിഷയത്തിന് മറുപടി സ്തോത്രം നീ തരണം, അല്ലെങ്കിൽ അത് സ്തോത്രം എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നുള്ള നിബന്ധനകൾ വെച്ചിട്ടല്ല ദൈവവചനം കേൾക്കേണ്ടത്, ദൈവിക കൂട്ടായ്മകളിൽ പങ്കെടുക്കേണ്ടത്. സ്തോത്രം. കർത്താവേ നീ എന്ത് തരുന്നോ, നീ എന്തു പറയുന്നു അത് ഞാൻ സ്തോത്രം ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ തയ്യാറാ. കർത്താവേ സ്തോത്രം ഹല്ലേലൂയ. നിനക്കെന്തോ എന്നോട് എന്ത് പറയാനുണ്ടോ, എൻ്റെ കുടുംബത്തോട് എന്ത് പറയാനുണ്ടോ, എൻ്റെ സഭയോട് എന്ത് പറയാനുണ്ടോ അത് കേൾക്കുവാനാ ഞാൻ ഇന്ന് പകല് സ്തോത്രം ഈ വചന ശുശ്രൂഷ ആയിരിക്കുന്നത് എന്ന മനോഭാവത്തിൽ വേണം സ്തോത്രം ഓരോ വിശ്വാസികളും വരേണ്ടത്. അല്ല തൃപ്തിയാകുമോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിച്ചൊരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ സ്തോത്രം അവിടെ കിട്ടുന്നത് സ്തോത്രം അതല്ലെങ്കിൽ നമുക്കൊരിക്കലും തൃപ്തിയാകത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവ മക്കൾക്ക് തൃപ്തി വരണമെങ്കിൽ എന്തു വേണം? സ്തോത്രം സകലതും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. സ്തോത്രം. കർത്താവേ നീ എന്താണോ തരുന്നത് അതായിരിക്കണം സ്തോത്രം എനിക്ക് വേണ്ടത്. ഒരുപക്ഷെ അതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന് ചിലപ്പോൾ ചിലത് നമ്മളെ നേരെയാക്കുവാനായിട്ട് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചിലത് പറയാനുണ്ടായിരിക്കാം. സ്തോത്രം മാനുഷിക ബുദ്ധി കൊണ്ടല്ല, ദൈവവചനപ്രകാരം സ്തോത്രം ഒരുപക്ഷെ നമ്മളെ ക്ലിയർ ആക്കുവാനുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കാം. സ്തോത്രം. എന്തുവാണെങ്കിലും കർത്താവേ സ്തോത്രം നീ എന്താണോ പറയുന്നത് അതായിരിക്കണം എന്ന് എനിക്ക് കേൾക്കേണ്ടത്. സ്തോത്രം. അതിൻ്റെ അകത്ത് പ്രിയരെ നമ്മുടെ നിർബന്ധനകൾ പാടില്ല. സ്തോത്രം. അടുത്തത് സ്തോത്രം അതിൻ്റെ അവസാന ഭാഗം കൂടെ വായിക്കാം. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായിരുന്നു. ശേഷിച്ച കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കുട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാർ ആയിരുന്നു. സ്തോത്രം. അപ്പം ഇവിടെ
ഇതിൻ്റെ അകത്ത് എണ്ണമൊക്കെ പലരും പറയുന്നുണ്ട്. 5000 പുരുഷന്മാർ, 5000 സ്ത്രീകൾ, എത്രയോ ആയിക്കൊള്ളട്ടെ. ഇവിടെ എണ്ണമല്ല സ്തോത്രം എൻ്റെ ചിന്ത. 10,000 പേരുണ്ടെന്ന് വെച്ചോ. ഈ 10,000 പേർക്ക് കർത്താവിന് കറക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ 10,000 പേർക്ക് വേണ്ട കറക്റ്റായിട്ട് അപ്പം കർത്താവിന് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. പറ്റും. പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നത്? സ്തോത്രം, മിച്ചം വരുത്തി. ഹല്ലേലൂയ, സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? ഇവർ ഈ മിച്ചം വന്നത് കൊണ്ടുപോയി ഇവർ തിന്ന് തൃപ്തരായി, അല്ലേ? ഇവരുടെ വയറ് തൃപ്തരായി. അങ്ങനെയെങ്കിൽ ഇവർ കൊണ്ടുപോയിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? മറ്റുള്ളവർക്ക്, അവരുടെ ഗ്രാമങ്ങളിൽ, അവരുടെ അയൽപക്കത്ത്, അവരുടെ ബന്ധുക്കൾക്ക് സ്തോത്രം അത് വിളമ്പി കൊടുക്കാൻ തയ്യാറാകും. അങ്ങനെയെങ്കിൽ പ്രിയരെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സ്തോത്രം തൃപ്തിയുള്ളവന് മാത്രമേ മറ്റുള്ള സ്തോത്രം ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? തൃപ്തിയില്ലാത്തവന് സ്തോത്രം ഒരിക്കലും സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനം സ്തോത്രം ഹല്ലേലൂയ കേട്ട് സ്തോത്രം തൃപ്തരായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, സ്തോത്രം ആത്മീയ നിലനിൽപ്പിൽ ഞാൻ തൃപ്തനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, ലാഭേച്ഛയില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് അതിനെക്കുറിച്ചൊരു വചനം പറയുന്നുണ്ട്. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: തൃപ്തിയോടുകൂടിയ ദൈവഭക്തി, സ്തോത്രം, ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ ആദായം. അങ്ങനെയെങ്കിലും ഒരു വിശ്വാസി സ്തോത്രം ഹല്ലേലൂയ എല്ലാ നിലയിലും ആത്മീയ തലത്തിൽ തൃപ്തി ഉണ്ടെങ്കിൽ സ്തോത്രം അത് വലിയ ആദായമാണ്. എവിടെയൊക്കെയാ? നിന്റെ കുടുംബത്തിന് അതിന് ആദായമാണ്, നിന്റെ ജീവിതത്തിന് അത് ആദായമാണ്, നിന്റെ സഭയ്ക്കത് ആദായമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. തൃപ്തിയുള്ളവർക്ക് മാത്രമേ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഹല്ലേലൂയ ഈ ചെറിയ വചന ചിന്തയിലൂടെ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നീ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ആവശ്യങ്ങളുടെ മേൽ അവൻ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം വിടുതലയക്കുക തന്നെ ചെയ്യും. അത് പരിഹരിക്കാൻ അവൻ്റെ കയ്യിൽ ഹല്ലേലൂയ സ്തോത്രം മതിയായ ഹല്ലേലൂയ അപ്പമുണ്ടെന്നേ. സ്തോത്രം. മറ്റൊന്ന്, സ്തോത്രം, ഹല്ലേലൂയ, തൃപ്തിയുള്ള ഒരു വിശ്വാസിയായി ഞാനും നിങ്ങളും തീരണം. ആമേൻ. സ്തോത്രം. തൃപ്തിയുള്ള സ്തോത്രം അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി അത് വലിയ ആദായമാണ്. പ്രിയരെ, സ്തോത്രം, ഇന്ന് പകൽ സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവേ, സ്തോത്രം, നീ തരുന്നത് സ്തോത്രം എന്താണെങ്കിലും അത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ്. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? പ്രിയരെ, അങ്ങനെ പറയാൻ പറ്റുന്നിടത്താണ് തൃപ്തി എന്നുള്ള വാക്ക് അർത്ഥമാകുന്നത്. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല കേട്ടോ. ഇനി ആരെങ്കിലും ഭാരപ്പെടണ്ട. ഇപ്പം ചില പ്രശ്നങ്ങളിലാണ് സ്തോത്രം, ചില പ്രതികൂലങ്ങളാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ പോവോ? ഇല്ല കേട്ടോ, ഇല്ലെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നവനല്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇന്നു പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയോട് ഓരോരുത്തരോടും വിളിച്ചു പറയുന്നു. സ്തോത്രം, നീ വിശ്വാസത്തോടെ ഇരിപ്പാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ആവശ്യങ്ങളുടെ മേൽ അവൻ പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും. സ്തോത്രം. മറ്റൊന്നവൻ വിളിച്ചു പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ, നിന്ന് തൃപ്തരായിട്ട് പിന്നെയും സ്തോത്രം തിന്നുകൊണ്ടിരിക്കുവാനല്ല. സ്തോത്രം, ഹല്ലേലൂയ. വിശപ്പ് സഹിച്ചുകൊണ്ട് അനേകര് പുറത്തുണ്ട്. ഈ സത്യ സുവിശേഷം കേൾക്കാതെ സ്തോത്രം ഇന്നും അനേകര് പുറത്ത് ജീവിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, തൃപ്തരായി ഒരു വിശ്വാസിക്ക് മാത്രമേ അവരോട് സുവിശേഷം പറഞ്ഞ് അവരെയും ഈ നിത്യരക്ഷാ പദ്ധതിയിലേക്ക് ആക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് സ്തോത്രം ഈ വചനങ്ങൾ കൊണ്ട്
ദൈവം നമ്മെ സ്തോത്രം ഹല്ലേലൂയ നിറയ്ക്കുവാനിടയായി തീരട്ടെ. ഈ വചനങ്ങൾ സ്തോത്രം നമ്മുടെ ഹൃദയ പലകയിൽ നമുക്ക് എഴുതിയിടുവാനിടയായി തീരട്ടെ. അതിനനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാനിടയായി തീരട്ടെ. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.